കനത്ത മഴയിൽ തൃശൂർ ചന്ദ്രാപിന്നിയിൽ വീടുകളിൽ വെള്ളം കയറി. 30-ലധികം വീടുകളിലാണ് വെള്ളം കയറിയത്. ചന്ദ്രാപിന്നി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി നിതിൻ. നമ്മളിപ്പോൾ എല്ലായിടത്തും ബുദ്ധിമുട്ടിൽ നിൽക്കുന്നത്. കൊച്ചു താങ്ങ് 2 പ്രസവിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും വരുന്നില്ല, ആരും നമ്മൾ പരാതി പറഞ്ഞിട്ടും വരുന്നില്ല, മെമ്പറായിട്ടും വരുന്നില്ല, ആരായിട്ടും വരുന്നില്ല. ഇവിടെ കൊച്ചു താങ്ങുണ്ട്. ഇവിടെ പ്രസവിച്ച് 35-20 ദിവസമായിട്ട് ഈ താങ്ങും കൊണ്ട് ഞങ്ങൾ എങ്ങനെ പോകുന്നത്? അതിനുള്ള തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇവിടെ വെള്ളം പോകാനായിട്ട് അത് ഓടുന്ന് വൃത്തിയാക്കാനായിട്ട് JCB കൂടുന്നവരുണ്ട്. കുറേ നാളായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഈ അയൽക്കാരെന്ന് വെച്ചാൽ ആ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അവിടെ ബോക്സ് വെച്ചിട്ട് വെള്ളം തുറന്നു വിടാന്ന് ഇതുവരെ വിട്ടിട്ടില്ല അവർ. ഞങ്ങളെങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം? വൈകുന്നേരം ആകുമ്പോൾ വെള്ളം പൊന്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലേക്ക് പോകാനും കൂടി പറ്റില്ല. ആർക്ക് കഴിച്ചിരുന്ന താഴെ വെള്ളമാവും. ദുരിതാവസ്ഥയിലാണ് ചന്ദ്രാപിന്നിയിലെ ആളുകൾ. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, ഇതിന് കാരണമായിട്ട് ഈ ബൈപ്പാസ് നിർമ്മാണത്തിൽ തോടടഞ്ഞതാണ് പറയുന്നത്. എത്രത്തോളം ദുരിതത്തിലാണ് മനുഷ്യർ? അവരെ അവിടെ നിന്ന് മാറ്റേണ്ട സാഹചര്യമുണ്ടോ ഇപ്പോൾ? ധന്യ, തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി ഈ വീടുകളെല്ലാം തന്നെ വെള്ളത്തിലായത്. ദേശീയപാതയില് ചന്ദ്രാപിന്നി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകി പോകുന്ന തോടുകൾ അടഞ്ഞു കിടക്കുന്നതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സാധാരണ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ യഥാസമയം നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഈ ഇവിടുത്തെ ദുരിതം അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഇരട്ടിയാക്കിയെന്നാണ് പറയേണ്ടത്. ബൈപ്പാസിന് സമീപത്തെ വീടുകളെല്ലാം തന്നെ വെള്ളത്തിലാണ്. പപ്പടം നഗറിലേക്കുള്ള റോഡ് പ്രധാനമായും 30 വീടുകളാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ ഈ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ അവസ്ഥയാണ്. മഴ ഇനിയും തുടർന്നാൽ എന്ത് ചെയ്യണമെന്ന അവസ്ഥ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ ആളുകൾക്ക് അറിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ഇവിടെ നിന്നും ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. തന്നെയാണ്. ശരി.